ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ രാവിലെ എണീറ്റു, പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓൺലൈൻ ഇട്ടു. അങ്ങനെ ഓൺലൈൻ ഇട്ടതിന് ശേഷമാണ് ഞാനിങ്ങനെ നോക്കിയത്. ഏകദേശം മറ്റേ റിസർവേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റിസർവേഷൻ നോക്കുന്നത് ഇങ്ങനെയാണ്. ഇതിങ്ങനെ എടുക്കുക, ഓപ്പർച്യൂണിറ്റീസ് എടുക്കുക, ഇതിലുണ്ടാവും എന്തോരം റിസർവേഷൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എവിടെ നിന്നൊക്കെ എത്ര രൂപയുടെ എല്ലാം ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ടൈം വരുമ്പോൾ നിങ്ങളെ മാപ്പ് ഓൺ ആവും. ദെൻ അവിടെ പോവുക, അവരെ പിക്ക് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, ക്യാഷ് കളക്ട് ചെയ്യുക. ഇതാണിത്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഒന്നും പിക്ക് ചെയ്യാനുള്ളതും ഒന്നും കാണിച്ചില്ല. ഇതിൽ ലോങ് ട്രിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അല്ല, അപ്പോൾ എല്ലാവരും നോക്കുക. Can I take a video with your permission? Because I have a YouTube channel. Yeah. Huh? Of what? Just in the video, what do you want to say? It's like just a video. നീ എവിടേക്കാണ് പോകുന്നത്? I don't know. ട്രൈ. നീ എവിടേക്കാണ് പോകുന്നത്? It's too fast. Can you say slowly? നീ എവിടേക്കാണ് Everything. പോകുന്നത്? അങ്ങനെ പുള്ളിക്കാരത്തിന് ഞാനിത് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഞാൻ ഇവിടെ എത്തിയതേ അറിഞ്ഞില്ല. ഇതിനിടയിൽ ഞാൻ ആ പുള്ളിക്കാരത്തേക്ക് ഇച്ചിരി മലയാളമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. നല്ലൊരു ട്രിപ്പായിരുന്നു. നല്ലൊരു മദാമ പെണ്ണായിരുന്നു. പാവം കൊച്ചായിരുന്നു. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കിട്ടിയതാണ്. തൊട്ടപ്പുറത്തല്ല, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് തന്നെ. അവിടെ ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റിയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞത്. 7 വർഷത്തിന് മുകളിലായി അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞു. സോ അപ്പോൾ അത് കഴിഞ്ഞ് എയർപോർട്ടിൽ പുള്ളിക്കാരത്തിനെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതേ ഇങ്ങനെ അവിടെ നിന്ന് വെല്ല മൂവ് ചെയ്യണു. ഇനിയിപ്പോൾ ഇവിടുന്ന് ടൈമിൽ കിട്ടുമെന്ന് അറിയില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നോക്കാം. ഊബറിൻ്റെ ഇന്നത്തെ ദിവസം ഇച്ചിരി ഷോക്കാണെന്ന് തോന്നുന്നു. കാരണം അധികം ട്രിപ്പൊന്നും അടിക്കണില്ല. ഇത് 600 ആകെ ഒരു ട്രിപ്പ് എടുത്തുള്ളൂ. ഊബറിൽ ഒറ്റ ട്രിപ്പ് എടുത്തുള്ളൂ, എയർപോർട്ടാന്ന് മാത്രം. ഏകദേശം ഒരു 600 സംതിങ്ങിൻ്റെ ട്രിപ്പ് ഉണ്ട്. പക്ഷേ ഇത് കിട്ടിയാൽ പോരാ. ഇപ്പോൾ ടൈം ഏകദേശം 10:30 കാര്യമില്ല. എന്തായാലും ഇനിയിപ്പോൾ അധികം ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി നിന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ എയർപോർട്ടിൻ്റെ എവിടെ ഉള്ളത്. ഇവിടെ അധികം നേരം നിൽക്കാറില്ല. ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞ ഭാഗ്യം എന്നുള്ള രീതിയാണ്. കുറച്ചു നേരം പോസ്റ്റ് ആയിരുന്നു. നോക്കാം. ദിഗംബരന്റെ കണ്ണ് പോലെ ഉണ്ടല്ലേ. கேப் ரைடு மட்டுமா இல்லை வாய்ஸ் ஓவர் கொடுப்பீங்களா? வாய்ஸ் ஓவர் வீடியோ பார்த்து எடுத்து அப்புறம் வாய்ஸ் ஓவர் எந்த சேனல்? யூடியூப் சேனல். பேர் ഷഫീഖ്. ഇங்கே കൊച്ചിയിലെ എല്ലാ ഇതുമേ. எவ்வளோ நாளாக இங்கே இருக்கு? 2 days தான். 2 days மட்டும்தான். இப்போ எதுக்கு போகிறேன் இந்த மறுபடி கொஞ்சம் இந்த பர்கர் சீன்ஸ்லாம் கொச்சியில் எப்படி இருக்குன்னு ஒரு
பர்கர் சீன்ஸ். நிறைய இதுக்கு ஒரு பர்கர் ரெஸ்டாரண்ட் ஸ்டார்ட் பண்ண பிளான் இருக்கு. ஓகே, யாருக்கு? உங்களுக்கு? ஓ, பீஃப் பர்கர் அந்த பிரிஸ்கெட். ஓகே ஓகே. அப்போ அந்த ப்ராப்பர்ட்டி பார்க்க போறியா? இங்கே இல்லை, கோயம்புத்தூர்ல ஸ்டார்ட் பண்ணிருக்கு. கோயம்புத்தூர்ல இங்கே ஒரு 4-5 ஷாப்ஸ் விசிட் பண்ணி எப்படி இருக்கு, டேஸ்ட் எப்படி இருக்கு டேஸ்ட் பண்ணணும். அதுக்கு எந்த பர்கரா இல்லை? பர்கர் இருக்குல்ல, பீஃப் பர்கர், பஃப் பர்கர். ஓகே, மல்டி குசின்ஸ். இல்லை இங்கே பியாண்ட் பர்க்கு தெரியுமா? பியாண்ட் பர்க். பியாண்ட் பர்கர் தெரியாது. எராசி நிறைய ஃபேமஸ் கடை உண்டு. அங்கே கொஞ்சம் இங்கே வந்து 2-3 ஷாப் இருக்கு. பர்கர் ஜங்ஷன், பர்கர் ஜங்ஷன் உண்டு. ஷேக் யூடியூப் பேர். என்னோட பேரா? ஷெஃபிக். அங்கே இருக்கா ஷாப்பு கோயம்புத்தூர்ல? ஆல்ரெடி இருக்கான்னு கேட்குறீங்களா? இல்லை, ஆல்ரெடி இருக்கா? ஆல்ரெடி இருக்கு, ஆனால் பீஃப் பர்கர்ஸ் இல்லை. ஓகே. அங்கே பீஃப் பேண்ட் ആണ്. பீஃப் ப்ராப்ளம். பஃப். அப்போ இங்க பீஃபோடது இங்க பண்ணலாம். இங்கே இல்லை, அங்கே தான் கோயம்புத்தூர்ல பஃபலோ மீட் போடலாம். ஓ, ஸ்பெல்லிங் என்ன? ഇന്ന് ഏകദേശം ഉച്ചയായി. ട്രിപ്പൊന്നും വല്ലാണ്ട് കിട്ടിയില്ല, എന്നാലും നമ്മുടെ ടാർഗറ്റിൻ്റെ ഒരു 50% എന്ന് പറയാം. ഞാൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തിയതാ. ഭയങ്കര അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോവാം. ഇനിയിപ്പോൾ നേരെ പോയി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഇന്ന് വൈകിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. പടത്തിന് പോവാം, സിനിമക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അധികം ഓടാൻ നിൽക്കണില്ല. ഓക്കേ.